എല്ലാവർക്കും ഷങ്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പിസ്സയാണ്. പിസ്സയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആദ്യം പറയാം. നമ്മൾ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. പിസ്സയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആദ്യം പറയാം. വെജിറ്റബിൾസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒനിയനും ക്യാപ്സിക്കും മാത്രം വീട്ടിൽ റെഡിലി അവൈലബിൾ ആണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒനിയൻ, അതുപോലെ തന്നെ ക്യാപ്സിക്കും, ഗ്രീൻ ക്യാപ്സിക്കാണ് ഉള്ളത്. പിന്നെ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഡീസീഡഡ് ആണ്. ഇതിൻ്റെ അകത്ത് സീഡ് വരികയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒലിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഡീസീഡഡ് ആയിട്ടുള്ള സാധാരണ തക്കാളി, ചില്ലി ഫ്ലേക്സ് എരിവിന്, ഉപ്പ് ആവശ്യത്തിന്, സോസ് നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ടൊമാറ്റോ സോസ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, മൈദ, എണ്ണ 1 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ ഏതെങ്കിലും പിസ്സ സീസണിങ് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പിസ്സ സീസണിങ്, പിന്നെ ചീസ് ഗ്രേറ്റ് ചെയ്ത് മൊസറല്ല ചീസ് ആവശ്യത്തിന്. നമുക്കിനി തുടങ്ങാം. ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ആഡ് ചെയ്യാണ് ഞാൻ. 1 കപ്പ് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാണ്. ഉപ്പ് നിങ്ങളുടെ കയ്യിലുള്ള ഉപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് ആദ്യം ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴയ്ക്കുക. എന്നിട്ട് ഇത്തിരി എണ്ണ തടവി 2 മണിക്കൂർ ഈ ഒരു പിസ്സ ബേസ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് സീസണിങ് ആഡ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് കിട്ടും നമുക്ക് പിസ്സ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ. ഇത് പിന്നീട് സീസണിങ് നമ്മൾ ഇതിൻ്റെ ഫില്ലിങ്ങിലും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അധികം ആഡ് ചെയ്യരുത്, കുറച്ച് മാത്രം ആഡ് ചെയ്യാം. ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പാകത്തിന് തന്നെയാണ്. കുഴച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഇതുപോലെ എല്ലാ സൈഡിൽ നിന്നൊക്കെ എടുക്കുമ്പം ഇതിലേക്ക് പിടിച്ച് കിട്ടും. സാധാരണ നമ്മളൊരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പാകത്തിന് തന്നെയുള്ളൂ. ഇപ്പോൾ ഒരു പിസ്സയ്ക്ക് ഉള്ളതാണ്. നമ്മളിത് ഇനി 2 മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി പൊങ്ങുന്നതായിരിക്കും. നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഇതുവരെ എണ്ണ ആഡ് ചെയ്തിട്ടില്ല. ഇതിലേക്ക് ഇത്തിരി എണ്ണ, പിന്നെ ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. നമ്മളൊരു ടേബിൾ സ്പൂൺ എടുത്ത് വച്ചിട്ടുണ്ട്. അത് വെച്ച് ഒന്നും കൂടി കുഴച്ചിട്ട് നേരത്തെ വേണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്ന് തടവി വയ്ക്കുക. ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒരു ടീസ്പൂണും കൂടി ഇട്ടിട്ട് തടവി വയ്ക്കുക. ഇതുപോലെ ആക്കിയിട്ട് അതിലേക്ക് ഒരു ഇത്തിരി എണ്ണ, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറൊരു എണ്ണ ഇതിന് പിസ്സയ്ക്ക് ചേരില്ല. ദയവായി സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ യൂസ് ചെയ്യുക. ഒലീവ് ഓയിലും നല്ലൊരു ഓപ്ഷനാണ്. എല്ലാ സൈഡിൽ നിന്നും എണ്ണ തടവിയിട്ട് മിനിമം അരമണിക്കൂർ, പറ്റുമെങ്കിൽ 2 മണിക്കൂർ അടച്ചു വയ്ക്കുക. അത് ഒരു 2 hours കഴിയുമ്പോൾ ഇത്തിരി കുറച്ച് എയറേറ്റഡ് ആയിട്ട് കിട്ടും നമുക്ക്. ഇപ്പോൾ നല്ല സോഫ്റ്റാണ്. ഒരു 2 hours നമുക്കത് അടച്ചു വയ്ക്കാം. 2 hour കഴിഞ്ഞു. നമ്മളിതൊന്ന് കൈ കൊണ്ട് ഒന്നും കൂടി അത് ഉണ്ടയാക്കി എടുത്തിട്ട് ചെറിയ ഉരുളയാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാനാണ്. നോൺ സ്റ്റിക്ക് പാനിൽ നമുക്ക് ചപ്പാത്തി പലകയിൽ റൗണ്ടാക്കി എടുക്കാം, അത് എളുപ്പമാണ്. ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. അതിലൊന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരിത്തിരി വെജിറ്റബിൾ ഓയിൽ പ്രിഫറബിളി അത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണ്. ഇപ്പം കൈ കൊണ്ട് നല്ല ഒരേപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഈ നമ്മുടെ എയർ ഫ്രയറിൻ്റെ സൈസ് അനുസരിച്ച് വേണം ഇതിൻ്റെ
സൈസ് നമ്മൾ നോക്കാനായിട്ട്. വലിയ എയർ ഫ്രയർ ആണെങ്കിൽ കുറച്ചും കൂടി വലിയ പീസയാക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു നോർമൽ സൈസിലുള്ളതാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ എഡ്ജ് ഒരിത്തിരിയും കൂടി സാധാരണ നടുക്കത്തതിനേക്കാളും കുറച്ചും കൂടി ഞാൻ പൊക്കി വയ്ക്കുകയാണ്. നമ്മളെന്തെങ്കിലും ഫില്ലിങ് ഇടുമ്പോൾ അത് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ചെയ്യണത്. ഒന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ആ എഡ്ജ് മാത്രം ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുക. അപ്പം അത്യാവശ്യം വലുതായിട്ടുണ്ട്. നമുക്ക് ഫില്ലിങ്സ് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് എടുക്കാം. ഓരോരുത്തർക്കും കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, അതുപോലെ തന്നെ റെഡും എല്ലാം ഇടുകയാണെങ്കിൽ കുറേയും കൂടി കളർഫുള്ളായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പിസ്സ സോസ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ ടൊമാറ്റോ സോസും യൂസ് ചെയ്യാം. പിസ്സ സോസാണ് കുറച്ചും കൂടി ടേസ്റ്റി. പക്ഷേ ഇല്ലാത്തവർക്ക് സാധാരണ ടൊമാറ്റോ സോസ് എടുത്തിട്ട് കുറച്ച് ഇറ്റാലിയൻ സീസണിങ് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് അത്യാവശ്യം പരത്തിയെടുത്തു. ഞാനിത് നേരിട്ട് എയർ ഫ്രയറിലേക്ക് വയ്ക്കുകയാണ്. ആദ്യം അതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്കാണ് ഫില്ലിങ്സ് ഇടുന്നത്. ചിലർക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്. ഇതിൽ നിന്ന് എടുത്ത് മാറ്റുമ്പം എല്ലാം കൂടി സ്പ്രെഡ് ആവണു എന്നൊരു ഇഷ്യൂസ് പറയാറുണ്ട് ചിലർ. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ചെയ്യാം, ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. നോൺ സ്റ്റിക്കിൽ തന്നെ എല്ലാം ചെയ്തിട്ട് മാറ്റാവുന്നതാണ്. പക്ഷെ അപ്പം ചിലർക്ക് ഇത്തിരി പരിചയക്കുറവുള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണത്. ഇതിലത്തേക്ക് ഞാൻ സോസ് സ്പ്രെഡ് ചെയ്യാണ്. ഇനിയിപ്പം സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ടൊമാറ്റോ സോസാണ് ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് സീസണിങ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ സീസണിങ് ഫില്ലിങ്ങിലും പിന്നെ ഇപ്പോൾ കുഴയ്ക്കുമ്പോൾ ഞാൻ ആഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഇനി ആഡ് ചെയ്യുന്നില്ല. കുഴയ്ക്കുമ്പോഴും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഫില്ലിങ് ഇടുന്നതിലേക്ക് ഞാൻ ഇത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നില്ല. കുറച്ച് സോസ് ഇട്ടു. ഇതിലേക്ക് ഇനി വെജിറ്റബിൾസ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ടൊമാറ്റോ, ക്യാപ്സിക്കം പിന്നെ ഒനിയനുമാണ്. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തു. കുറച്ച് സീസണിങ്ങും കൂടി ആഡ് ചെയ്യാണ്. സോൾട്ട് ഇപ്പോൾ ഓൾറെഡി ഇതിൽ കുറച്ചുണ്ട്. നമുക്ക് അതിന് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോൾട്ട് ഇടുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇത്തിരി സോൾട്ടും കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ യൂസ് ചെയ്യേണ്ടവർക്ക് സ്പൂൺ യൂസ് ചെയ്ത് കൈയായിരിക്കും എളുപ്പം. പുറത്തേക്ക് പോകാതെ നോക്കുക. കാരണം ഇത് എയർ ഫ്രയറിൽ ചെയ്യുമ്പം ഈ പുറത്ത് കിടക്കുന്നത് പെട്ടെന്ന് പുറത്തേക്ക് ഇതിൻ്റെ പുറത്തേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. ആ പുറത്ത് കിടക്കണ ഇത് അപ്പോൾ അതിൻ്റെ സ്മെല്ല് വരും. പറ്റുന്നത്ര അവോയ്ഡ് ചെയ്യാം. നമുക്ക് പോകുന്നതുകൊണ്ട് ഇഷ്യൂസൊന്നുമില്ല. പറ്റുന്നത്ര അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചീസ് കൊടുക്കണം. ഞാനെല്ലാം മിനിമലായിട്ടാണ് യൂസ് ചെയ്യണത്. ചീസ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ സാധാരണ ഫസ്റ്റ് ലെയർ ചീസ് ഇടും. അതിൻ്റെ മുകളിൽ ഫില്ലിങ് ഇട്ടിട്ട് പിന്നെയാണ് ചീസ് ഇടുന്നത്. ഞാൻ ഒറ്റ ലെയറേ ഇപ്പോൾ ചീസ് ഇടുന്നുള്ളൂ. ഇറ്റാലിയൻ സീസണിങ് ഞാൻ ഒറ്റ ലെയർ ഇട്ടിട്ടുള്ളൂ. ഫില്ലിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുട്ടികൾ അറിയാൻ പോകുന്നില്ല. ഇതിൻ്റെ അകത്ത് ക്യാരറ്റ് ആഡ് ചെയ്താലും ഒന്നും അറിയാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ അവർ കഴിക്കാത്ത കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുക. കുറച്ച് ചീസ് അപ്പോൾ കൂടുതൽ വെച്ചിട്ട് ഇതുപോലെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ താഴത്തെ വെജിറ്റബിൾസ് കാണും കൂടിയില്ല. റെഡിയാണ്. നമുക്കിനി അത് ഒരു 15 മിനിറ്റ്സ് മതിയാവും. 15 മിനിറ്റ്സ് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഇനി 180 ഡിഗ്രിയിൽ ഞാൻ 12 മിനിറ്റ്സാണ് ഇപ്പോൾ തൽക്കാലം വയ്ക്കണത്. ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി അപ്പോൾ വെച്ച് കൊടുക്കാവുന്നുള്ളൂ. ഓവർ ഫ്രൈ ആവാതെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 12 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഈ 12 മിനിറ്റ്സ് കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ
പിസ്സ റെഡിയാണ്. നല്ലോണം പൊങ്ങിയിട്ടുണ്ട് ഇത്. നമ്മൾ വെച്ച സൈസ് എല്ലാവരും കണ്ടതാണ്. അപ്പോൾ താഴെ ഒന്നും പിടിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് എടുക്കുകയാണ്. താഴെ നമ്മൾ ചെറുതായിട്ട് ആ നോൺ സ്റ്റിക്കിൽ എണ്ണ വെച്ച് ചെയ്തുകൊണ്ടാണ് അത് ഒട്ടും താഴെ പിടിക്കാത്തത്. 1 ടീസ്പൂൺ എണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ. എണ്ണ കൂടി വെക്കിട്ടുള്ളൂ. പിസ്സ റെഡിയാണ്. ചീസ് നല്ലോണം ആയിട്ടുണ്ട്, നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഞാനൊന്നും കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട്. നമുക്ക് നല്ലോണം പൊങ്ങിയിട്ടുണ്ട്, നല്ല എയറേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റുമാണ്. പിസ്സ റെഡി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്യണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ച് യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.